ഇനി നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്കൊക്കെ ഏറെ സുപരിചിതനും അതുപോലെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ലോകത്ത് ഏറെ അറിയപ്പെട്ട ഒരു പണ്ഡിതനുമാണ് മഹാനായ അൽ ഹാഫിൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ സമസ്തയുടെ പള്ളി ദർസുകളിൽ ഓതി പഠിപ്പിക്കുന്ന തഫ്സീറുൽ ജലാലൈനിയുടെ ഗ്രന്ഥകർത്താവ് കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ മറ്റ് ഗ്രന്ഥങ്ങളാണ് താരിഖുൽ ഖുലഫാ, ദുററുൽ മൻസൂർ, അതുപോലെ സമസ്തയുടെ പള്ളി ദർസുകളിൽ ഓതി പഠിപ്പിക്കുന്ന തഫ്സീറുൽ ജലാലൈനി, തദ്രീബുർ റാവി, ശേഷം അസ്ബാബുൻ നുസുൽ. ഇതുപോലെ ഇനിയും ധാരാളം ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. അതിൽ ചില ഗ്രന്ഥങ്ങളുടെ പേര് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ അൽ അംറു ബിൽ ഇത്തിബാ എന്ന ഗ്രന്ഥത്തിൽ ആഗ്രഹ സാഫലീകരണത്തിന് കബറങ്കൽ പോകുന്നതിനെ പറ്റി പരാമർശിക്കുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ ഈ കാണുന്ന പഴയ എഡിഷന്റെ 139 പേജിൽ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഇസ്തിഗാസയെ പറ്റി എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശ്രദ്ധിക്കുക. അതായത് ഔലിയാക്കളായ ആളുകളുടെ ഖബറിന്റെ സമീപത്ത് വെച്ച് നമസ്കാരം ഉദ്ദേശിച്ച് ചില ആളുകൾ പോകുന്നു. അവിദ്വായിലി നഫ്സിഹി, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അവർ പോകുന്നു. ശേഷം ഫി മുഹിമ്മാതിഹി വ ഹവായിജിഹി, അല്ലെങ്കിൽ അവന്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. ശേഷം മുതബർരികം ബിഹ, ഖബറാളിയെ കൊണ്ട് ബർക്കത്ത് തേടിക്കൊണ്ട്. റാജിയൻ ലിൽ ഇജാബത്തി ഇൻദഹ, ഖബറിങ്കിൽ വെച്ച് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുമെന്ന അമിതമായ പ്രതീക്ഷ കൊണ്ട്. ഫഹാദ ഐനുൽ മുഹാദത്തില്ലാഹി വലി റസൂലിഹി, ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വമിനൽ മുഖാലഫത്തി ലിദീനിഹി വ ശർഇഹി, അതായത് അള്ളാഹുവിന്റെ ദീന്റെയും ശരീഅത്തുൽ ഇസ്ലാമിന്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. ശേഷം വബ്തിദാഇ ദീനി, അതായത് ദീനിൽ അവരിതെല്ലാം പുതുതായി കടത്തിക്കൂട്ടിയതാണെന്നും. ലം യഅ്ദം ബിഹില്ല, അത് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. വല റസൂലിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പിച്ചിട്ടില്ല. വല അയിമ്മത്തുൽ മുസ്ലിമീനൽ മുത്തബീന ആസാരിഹി വസുനനിഹി, അതായത് അള്ളാഹു റസൂലിന്റെ ചര്യയെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റുന്ന പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന അയിമ്മത്തുൽ മുസ്ലിമീങ്ങൾ ആരും ഈ പ്രവൃത്തി കൽപ്പിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ശേഷം ഫൈൻ ഖസദൽ ഖുബൂർ ലിദ്ദുആ, അവൻ ഖബറിനെ പ്രാർത്ഥനയ്ക്ക് ലക്ഷ്യം വെക്കുകയാണെങ്കിൽ. റജാ അൽ ഇജാബത്തി, അതായത് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ശേഷം മൻഹിയു അൻഹു, അപ്പോൾ അത് വിലക്കപ്പെട്ട കാര്യമാണ്. ശേഷം വഹുവ ഇല തഹരീമു അഖ്റബ്, അത് ഹറാമിലേക്കാണ് ഏറ്റവും കൂടുതൽ അവനെ അടുപ്പിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഖബറിങ്കിൽ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് അവൻ ഖബറിങ്കിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് അവനെ ഹറാമിലേക്കാണ് കൂടുതൽ അടുപ്പിക്കുക എന്നാണ് അവിടെ പറയുന്നത്. ശേഷം സഹാബത്ത് റളിയല്ലാഹു അൻഹും അത് അജ്ദബു മറാത്തിൻ, സഹാബാക്കൾക്ക് ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും വരൾച്ച കൊണ്ടും ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്. ശേഷം വദഹമത്തുഹും, അവരെ പൊതിഞ്ഞിട്ടുണ്ട്. നവായിബു, വിപത്തുകൾ, ബാദമോത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവരെ ധാരാളം ബുദ്ധിമുട്ടുകൾ വന്ന് ഏറ്റിട്ടുണ്ട്. ഫഹല്ലാ ജാവു, എന്തുകൊണ്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് പോയില്ല. ശേഷം ഫൈസ്തസ്ഖു, എന്തുകൊണ്ട് മഴയെ തേടിയില്ല. വസ്താസു, എന്തുകൊണ്ട് അവർ ഇസ്തിഗാസ ചെയ്തില്ല. ഈ സമസ്തക്കാർ ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് അവർ ഇസ്തിഗാസ ചെയ്തില്ല. ഇന്ദ ഖബരി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിങ്കിൽ വന്നിട്ട്. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം ഉണ്ടായിട്ടും അവരാരും തന്നെ എന്തുകൊണ്ട് ഖബറിലേക്ക് വന്നിട്ടില്ല, ഇസ്തിഗാസ ചെയ്തില്ല, മഴയ്ക്ക് ചോദിച്ചില്ല എന്നാണ് അവിടെ അദ്ദേഹം ചോദിക്കുന്നത്. ശേഷം അദ്ദേഹം പറയുകയാണ് വഹുവ അക്രമുൽ ഖൽഖി അലല്ലാഹി അസ്സ വജൽ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹോന്നതരും ശ്രേഷ്ഠമായവരുമാണ് ആര്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് അദ്ദേഹത്തിന്റെ കാലശേഷം ആരും ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത്. ശേഷം ബൽ ഖറജ ഫീഹിം ഉമർ ബിൻ ഖത്താബ് ബിൻ അബ്ബാസ്, നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നാട്ടിൽ വരൾച്ചയുണ്ടായപ്പോൾ ഖറജ ഫീഹിം ഉമർ ബിൻ ഖത്താബ് ബിൻ അബ്ബാസ് ആമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് എവിടേക്കാണ് പോയത്, ഇലാ മുസല്ല, മുസല്ലയിലേക്കാണ് പോയത്. ശേഷം ഫസ്തസ്ഖാബി, അദ്ദേഹം മുഖേന മുസല്ലയിൽ ഇമാമ നിർത്തിക്കൊണ്ട് മഴയ്ക്ക് തേടി. വലം യസ്തസ്ഖു ഇൻദ ഖബരി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് പോയിട്ട് മഴയ്ക്ക് തേടിയില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശേഷം 140 പേജിൽ ഫഖദ് അയ്യുഹൽ മുസ്ലിം, ഏ മുസ്ലിമേ നീ പിന്തുടരണം. ഇൻ കുന്ത അബ്ദുല്ലാ, നീ അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ ബി സലഫിക സ്വാലിഹ്, സ്വാലിഹീങ്ങളായ സലഫുകളുടെ മാർഗത്തിൽ, സച്ചരിതരായ മുൻഗാമികളുടെ മാർഗത്തിൽ. അതാണ് സലഫികൾ. നമ്മുടെ നാട്ടിലെ സലഫികൾ എന്ന് കേൾക്കുമ്പോൾ പരിഹാസ രൂപേണയാണ് സമസ്തക്കാർ അവരെ കാണുക. അപ്പൊ അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ നീ സലഫികളുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം എന്നാണ് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിം പറയുന്നത്. ശേഷം വതഹഖഖ, നീ സാക്ഷാത്കരിക്കണം. ബി തൗഹീദുൽ ഖാലിസ്, കലർപ്പില്ലാത്ത തൗഹീദിനെ. ശേഷം ഫലാ തഅബുദു ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് ഇബാദത്ത് ചെയ്യരുത്. വലാ തുശ്രിക ബി റബ്ബിക അഹദ, അല്ലാഹുവിൽ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കുകയും അരുത്. കമാ അമറല്ലാഹു തആല ബി ഖൗലിഹി, അല്ലാഹുവിന്റെ വചനത്തിൽ പറഞ്ഞതുപോലെ വയ്യായ ഫഅബുദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഖബറിങ്കൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നവരോടാണ് അള്ളാഹുവിന്റെ തിരുവചനമായ വയ്യായ ഫഅബ്ദൂൻ എന്ന ആയത്ത്, അഥവാ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവിൻ എന്ന് പറയുന്ന ഖുർആനിക വചനം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ സമർത്ഥിക്കുന്നത്. ശേഷം ഫഖാല അല്ലാഹു തആല പറഞ്ഞതാണ്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ. അതായത് ആരെങ്കിലും അവന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അമലൻ സ്വാലിഹൻ, സ്വാലിഹായ അമൽ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ അവൻ ഒരാളെയും പങ്കു ചേർക്കാതെയും ഇരിക്കട്ടെ. ശേഷം ഫലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നീ അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. ശേഷം വലാ തദ്ഉ ഇല്ലാഹു, അവനോടല്ലാതെ നീ വേറെ ആരോടും ദുആ ചെയ്യരുത്. വലാ തസ്തഈസ് ഇല്ലാ ബിഹി, നീ അവനോടല്ലാതെ മറ്റാരോടും ഇസ്തിഗാസ ചെയ്യരുത്. സമസ്തക്കാർ ചെയ്യുന്നത് പോലെയുള്ള ഇസ്തിഗാസ നീ അല്ലാഹുവിനോടല്ലാതെ മറ്റാരോടും ചെയ്യരുത്. വലാ തസ്തഈൻ ഇല്ലാ ബിഹി, അവനോടല്ലാതെ നീ മറ്റാരോടും സഹായത്തേട്ടം നടത്തരുത്. ശേഷം ഫഇന്നഹു ലാ മാനിഅ വലാ മുഅതി വലാ ളാറൻ വലാ നാഫിഅ. അതായത് പരിശുദ്ധനായ അല്ലാഹു അല്ലാതെ പ്രയാസങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നവനില്ല, തടയുന്നവനില്ല. മാനിഅ വലാ മുഅതി, നൽകുന്നവനില്ല, തടയുന്നവനില്ല. ളാറൻ വലാ നാഫിഅ, ദോഷം ചെയ്യുന്നവനില്ല, ഗുണം ചെയ്യുന്നവനില്ല. ഇല്ലാഹു സുബ്ഹാനഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാതെ. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചു. വ ഇലൈഹി ഉനീബ്, ഞാൻ അവനിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ഈ ഒരു മടക്കം ഏതൊരു സാധാരണക്കാരനും അനിവാര്യമാണ്. കൂടാതെ ഈ സംഭവം തന്നെ മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്ബാഇന്റെ ഈ കാണുന്ന എഡിഷന്റെ 42ാമത്തെ പേജിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഖബറിങ്കലിൽ ചെന്നാൽ പുലർത്തി വരുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. വലിഹാദ തജിദു അഖ്വാമുൻ ഖസീറത്തുൻ മിനൽ ളാലിന, അതായത് ഇങ്ങനെ പിഴവ് സംഭവിച്ച അധികം ആളുകളും യതളറഊന ഇൻദ ഖുബൂരി സ്വാലിഹീന, അതായത് സ്വാലിഹീങ്ങളായ ആളുകളുടെ ഖബറിങ്കൽ അവർ വിനയത്തോടെ പോയി നിൽക്കുന്നു. വയഖ്ഷൗന, അവർക്ക് എന്തോ ഒരു ഭയഭക്തിയാണ് ഖബറിങ്കൽ ചെല്ലുമ്പോൾ. വയതദല്ലലൂന, വളരെ താഴ്മയാണ് അവർ അവിടെ കാണിക്കുന്നത്. വയഅബുദൂനഹും ബിഖുലൂബിഹിം, അവർ അവരുടെ ഖൽബ് കൊണ്ട് അവരെ ആരാധിക്കുന്നു. അതായത് പ്രഥമ ദൃഷ്ടിയാൽ അവരിൽ ആരാധന അനുഭവപ്പെടുന്നില്ലെങ്കിലും ബിഖുലൂബിഹിം, മനസ്സുകൊണ്ട് അവർ ആരാധിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ശേഷം ഇബാദത്തൻ ലാ യഫഅലൂനഹാ ബുയൂത്തില്ലാഹിൽ മസാജിദ് ബൽ വലാഫിൽ അസ്ഹാരി ബൈന യദില്ലാഹി തആല, അതായത് അള്ളാഹുവിന്റെ പള്ളിയിൽ അവർ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും ഭയഭക്തിയും നമ്മൾ മുന്നേ പറഞ്ഞ താഴ്മയും വിനയവും അതൊന്നും അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരം ഖബറിങ്കിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേക ഒരു തരത്തിലുള്ള അവസ്ഥകളാണ് അവർക്ക് ഉണ്ടാകുക. അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ നാടുകൾ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. ആവശ്യമായി വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവരുടെ പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പരിശോധിക്കാം. ശേഷം വയർജൂന മിനസ്വലാത്തി ഇൻദഹ, ആ ഖബറിന്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ അവയ്ക്ക് ഒരു പ്രതീക്ഷ. വദ്ദുആഉ, പ്രാർത്ഥിക്കുമ്പോൾ. മാലാ യർജൂന ഫി മസാജിദില്ലതി തശുദ്ദു ഇലൈഹ റിഹാൽ, അതായത് പള്ളികളിൽ പോയി ചെയ്യുന്ന പ്രാർത്ഥനയേക്കാൾ അവർക്ക് പ്രതീക്ഷ ഖബറിങ്കൽ പോയി പ്രാർത്ഥന ചെയ്യുമ്പോഴാണ്. ശേഷം ഫഹാദിഹിൽ മഫ്സിദതു ഹിയലതി ഹസ്മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവയെല്ലാം അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. അതൊന്നും ഇനിയും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇത്തരം ശിർക്കൻ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ജാറങ്ങളിലും നേർച്ച ഉറൂസുകളിലും പൂർണ്ണമായും കണ്ടുവരുന്നത്. അത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളിൽ അടിമപ്പെട്ടു പോയവരുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കി ഇനിയെങ്കിലും തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക. പടച്ചിറപ്പ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും.